വെൽക്കം ടു ഡെക്കോർ കാസിൽ. നമ്മൾ ഇന്ന് ഒരു പുതിയ പ്രൊജക്ട് നമ്മുടെ കംപ്ലീറ്റഡ് ആണ്. അതായത് നമ്മൾ ഓണായിട്ട് ചിങ്ങത്തിന് നമ്മളൊരു 6 പ്രൊജക്ട് നമ്മുടെ ഓൾറെഡി റണ്ണിങ്ങിലുണ്ട്. ഇതിപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രൊജക്ട് കഴിഞ്ഞു. ഈ ഓണത്തിന് നമുക്കൊരു 6 പ്രൊജക്റ്റിലൊരു 5 ഓൾറെഡി ഇനോഗ്രേഷൻ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് 2 കൂടി ഉണ്ട്. അതിപ്പോൾ ഈ അത്തത്തിനാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റ് വരുന്നത് നമ്മുടെ ആലപ്പുഴ ചന്തക്കുന്ന് ആണ് ഈ സൈറ്റ് വരുന്നത്. ജോൺ സാറിൻ്റെ വീടാണ്. സാറ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ലീഗൽ അഡ്വൈസറാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഈ വീട് ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റ് താഴെ വരുന്നൊരു വീടാണ്. ഇതൊരു കണ്ടംപററി മോഡലിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റൈലിലുള്ള വർക്കുകൾ നമുക്ക് കാണാം. അതുപോലെ ഈ വീട്ടിൽ നിന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പോർഷൻ ഇവിടെ നമുക്ക് ഹോളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൈനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് വ്യൂ ആണ്. അപ്പോൾ ഇവിടുത്തെ സാറ് പറഞ്ഞത് നമുക്ക് അധികം ഹെവി ആയിട്ടുള്ള വർക്കുകളൊന്നും വേണ്ട, എന്നാൽ നമുക്ക് ഒരു ട്രാൻസ്പെറൻസി വേണം. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ ഇത് ഫുൾ ഇത് വുഡിൽ ചെയ്താന്ന് തോന്നും, പക്ഷേ വുഡിൽ ചെയ്തതല്ല. ഞങ്ങളിത് സ്റ്റീൽ ഫ്രെയിമിൽ മൾട്ടിവുഡ് വെച്ച് പാനൽ ചെയ്തിട്ട് ഫ്രൂട്ട് ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒറ്റ ഷോട്ടിൽ തോന്നുന്നു നമുക്ക് വുഡിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റൈലിലേക്ക് തന്നെ ഇതിൽ നമ്മൾ ബീഡിങ്സ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇത് സ്റ്റെയിൻ ചെയ്ത് വരച്ചെടുത്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ മെയിനായിട്ട് എല്ലാവർക്കും ചെതലിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ആ ഒരു കാര്യം റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മൾട്ടിവുഡിലാണ് നമ്മളിത് ഫുള്ള് പാനൽ ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ ഫ്രെയിം 5 ലെഗ്സ് കൊടുത്തു. അത് നമ്മൾ ഫുള്ള് മൾട്ടിവുഡ് വെച്ചിട്ട് സ്ക്വയർ ചെയ്ത് പാനൽ ചെയ്ത് അതിൽ നമ്മൾ വെയിൻസ്കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഫർണിച്ചർ അത്ര വലിയ ഹെവി ആയിട്ടുള്ളതല്ല, നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സാർ പറഞ്ഞ അത്ര ഹെവി വർക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ട് ഒരു സ്റ്റൈലിലാണ് നമ്മളിവിടുത്തെ സെറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഫുൾ ടീക്കിലാണ്. അതുപോലെ തന്നെ അതിൽ കുഷ്യൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല വൈറ്റിഷ് മോഡലിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുൾ കട്ടൻസ്, ഫ്ലീറ്റഡ് കട്ടനാണ് നമ്മളിത് ഫുൾ കവറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചം കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്, എന്നാലും നമുക്കൊരു പ്രിവ്യൂ കട്ടാവുകയും ചെയ്യും. അങ്ങനത്തെ രീതിയിൽ ഫുൾ ഫ്ലീറ്റ് ആയിട്ടുള്ള കട്ടൺ നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് ഹോളിൽ. അതുപോലെ തന്നെ നമ്മുടെ TV യൂണിറ്റിൽ നമുക്ക് ഇത് ഇൻസുബോർഡാണ്. ഇൻസുബോർഡിൽ മോൾഡ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് പാറ്റേൺസ് ആണ്. ഇത് ഇൻഡിവിജ്വൽ പീസുകളാണ്. അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ബാക്ക് പാനൽ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പാനൽ ചെയ്തതിന് ശേഷം PU പെയിൻ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്കത് ഏത് ഫേവറേറ്റ് കളർ വേണമെങ്കിലും നമുക്കിതിൽ കൊടുക്കാം. PU പെയിൻ്റ് ആണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലൊരു ജസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഫ്ലൂട്ടഡ് മൈക്കാണ് ഇതിൻ്റെ കൗണ്ടർ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് ഏരിയയാണ് നമ്മുടെ പ്രയർ യൂണിറ്റ്. പ്രയർ യൂണിറ്റ് നമുക്കിപ്പോൾ സാധാരണ മോഡൽ കാണുന്നതേക്കാൾ വിട്ടിട്ട് നമ്മൾ സാധാരണ ഒരു ജസ്റ്റ് ഫ്രെയിം, അതുപോലെ തന്നെ ഒരു 3-4 ലെഡ്ജ്, അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മളതൊരു മാറ്റി നമ്മളതിൽ ഫുള്ളൊരു ഔട്ട്ലൈൻ, ഒരു ഓവൽ ഷേപ്പ് ഡിസൈൻ, ആ ഒരു സ്റ്റൈൽ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത്. സാധാരണ ടെക്സ്ചർ വർക്കൊക്കെയാണ് അതിൻ്റെ ഇന്നർ സൈഡ് കൊടുക്കാറ്. അപ്പോൾ അത് മാറ്റി നമ്മൾ ഗ്ലോസി ടൈപ്പ് മൈക്ക ഫിനിഷാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ആ ഒരു ബീഡിങ്സിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടാണ് ഇത് കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 2 ലെഡ്ജ്, ഇത് ക്രോസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റൈൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ കിച്ചനാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന പോലെ ആർക്കി ഡ്രൈവ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതൊരു വേറൊരു വെറൈറ്റി മോഡൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫുൾ ഓവൽ ഒരു ഡിസൈൻ നമ്മൾ കൊടുത്തേക്കണം. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. നമ്മൾ ഇതിൽ നമ്മൾ മൈക്കയിൽ തന്നെ ബേസ് നമ്മൾ ഫ്രെയിമിങ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ആ മൈക്ക തന്നെ ലൂവേഴ്സ് ആക്കി നമ്മൾ കൊടുത്തേക്കാം. നമ്മൾ സാധാരണ മറ്റേ ചാർക്കോള്, അതുപോലെ തന്നെ WPC കൊടുക്കാറ്. പക്ഷെ അത് നമുക്ക് എങ്ങനെ മാച്ച് ചെയ്താലും നമ്മൾ എടുക്കുന്ന മൈക്കേറെ സെയിം പാറ്റേൺ നമുക്ക് എവിടെയും കിട്ടാൻ എളുപ്പമല്ല, കറക്റ്റ് മാച്ചിങ് കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഫാക്ടറിയിൽ തന്നെ നമ്മളിത് ഇതുപോലെ തന്നെ ലൂവേഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ മൈക്ക ആദ്യം ബേസ് കോട്ട് കൊടുത്തു, അതിനുശേഷം നമ്മൾ 12mm പ്ലൈയിൽ നമ്മളിത് പീസുകളായി കട്ട് ചെയ്ത് ഇതിനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, സെയിം ആ ഒറ്റ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഫുള്ളായിട്ട് ഈ ഒരു സ്റ്റൈലിൽ കൊണ്ടുവന്നത്. ഇത് കർവാണ്, അപ്പോൾ നമുക്ക് ഷാർപ്പ് എഡ്ജ് കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളിതിനെ കർവ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അതുപോലെ തന്നെ ഇതൊരു സ്റ്റോറേജ് ആണ്. ബാക്ക് സൈഡിൽ നമുക്ക് ഓപ്പണിങ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. നമുക്ക് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടും. ഈ ഒരു കിച്ചണിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സെയിം ഷെയ്ഡ് തന്നെയാണ് നമ്മൾ ഈ വീട്ടിൽ ഫുൾ എല്ലാവരുടെയും ചെയ്തിട്ടുള്ളത്. ഇത് മെറീനോന്റെ 10478 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷെയ്ഡ് തന്നെയാണ് നമ്മൾ ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. വൈറ്റ്, ഈ ബ്ലൂ, റെഡിഷ് പാറ്റേണും അതുപോലെ തന്നെ വൈറ്റും, ഈ ഒരു തീമിലാണ് നമ്മൾ ഫുള്ള് ഒരു സ്റ്റൈൽ നമ്മൾ ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ഫുൾ
ഫുൾ ഹൈറ്റ് കിച്ചൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ അടിയിലത്തെ കൗണ്ടർ നമ്മൾ ഈ സെയിം അത് 10478 എന്ന് പറഞ്ഞുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് ഈ ഒരു തീമിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വോളിലും അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു തീം ഷെയ്ഡിങ് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. അതായത് റെഡും വൈറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫുൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അത് ഫസ്റ്റ് ഹൈറ്റ് നമ്മൾ ഇതിൽ നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ഡോറുകളൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു കൂടുതൽ ബ്യൂട്ടി നമുക്ക് കിട്ടും. അതുപോലെ മുകളിലത്തെ ലോഫ്റ്റ് സെക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്, ഫ്രെയിം വെച്ച് ഡോർ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് സാധാരണ നോർമൽ ചെയ്യുന്ന റേറ്റിനേക്കാളും വിട്ടിട്ട് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും നമുക്ക് ലോഫ്റ്റിൽ നമുക്ക് ഫ്രെയിം വെച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് സ്റ്റോറേജിൽ നമുക്ക് കൂടുതൽ ഏരിയ കിട്ടും. അതായത് നമുക്ക് 2 ഡോർ തുറന്ന് നമുക്ക് അതിലെന്ത് വലിയ ഐറ്റം വേണമെങ്കിൽ നമുക്ക് കയറ്റി വയ്ക്കാനായിട്ട് പറ്റും. ഒപ്പം തന്നെ ബഡ്ജറ്റും പൈസ വളരെ വ്യത്യാസം ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒരു വിൻഡോയും ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഡിസൈനിങ് ചെയ്ത പോലെ തന്നെ അവരത് പാറ്റേൺ ചെയ്ത കാരണം നമുക്ക് വിൻഡോൻ്റെ ഫുൾ ഫ്രെയിം നമുക്ക് ഇതിൽ കിട്ടും. അപ്പോൾ നമുക്ക് വെളിച്ചം കാര്യങ്ങളും കിട്ടാൻ നല്ല ആക്സസ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ കൗണ്ടറുകൾ ഫുള്ളായിട്ട് നമുക്ക് കിച്ചണിൽ ഫുൾഫില്ലായിട്ട് നിൽക്കും. നോർമലി നമുക്ക് സാധാരണ വലിയൊരു വിൻഡോ ആയിരിക്കും ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. അപ്പോൾ കിച്ചൻ്റെ ഭംഗി അധികം ഉണ്ടാവില്ല. ഇതിപ്പോൾ നമുക്ക് ആ ഒരു ഈ സ്പേസിൽ തന്നെ ഒരു വിൻഡോ കൊടുത്തിട്ടുള്ളവരുടെ നമുക്ക് കിച്ചൺ ഫുള്ളായിട്ട് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. അല്ലാത്ത കേസിലാണെങ്കിൽ നമുക്ക് 2 വിൻഡോ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിമ്മിണിയൊക്കെ വരുമ്പോൾ അതൊരു ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഈ ടൈപ്പിൽ വിൻഡോ കൊടുക്കുമ്പോൾ വെളിച്ചവും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ ഫുള്ളായിട്ട് നമുക്ക് എൻഗേജ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലും ഇതുപോലെ ഓപ്പൺ ഷെൽഫ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കിച്ചൺ ഒരു ബ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു പോർഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും. ഫുള്ളായിട്ട് ഡോർ വെച്ച് കഴിയുമ്പോൾ അതിലൊരു ഭംഗി കിട്ടില്ല നമുക്ക്. അപ്പോൾ അതിനാണ് നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പീസ് വയ്ക്കാവുന്ന രീതിയിൽ ഒരു ബ്രേക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 2 ഏരിയയിലും നമ്മൾ ഇൻബിൽട്ട് ആക്കി കൊടുത്തേക്കാം. നമ്മൾ ഇതുപോലെ ഒരു യൂണിറ്റ് കൊടുത്ത് അതിലേക്ക് ഫ്രിഡ്ജ് കറക്റ്റ് ആക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. മുകളിലൊരു ചെറിയ സ്റ്റോറേജ്, അതുപോലെ തന്നെ ഓവൻ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ, എയർ ഫ്ലയർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വെക്കാവുന്ന രീതിയിൽ ഫുൾ അലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വീട്ടിൽ 2 കിച്ചൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു കിച്ചണിൽ നമ്മൾ ഇൻഡക്ഷനാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ വെള്ളം ചൂടാക്കുക, ചായ വയ്ക്കുക, അങ്ങനത്തെ മെയിൻ യൂസിങ് അല്ല ഇവിടെ വരുന്നത്. സെക്കൻഡ് കിച്ചണിലാണ് കൂടുതൽ യൂസിങ് വരുന്നത്. ഇത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻഡക്ഷൻ കുക്കറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചിമ്മിണി വെക്കേണ്ട ഒരു ആവശ്യം കൂടെ വരുന്നില്ല. നമുക്ക് അധികം സ്മോക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ചിമ്മിണി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇവിടെ അതിന് വേണ്ടിയിട്ട് ഇൻഡക്ഷൻ കുക്കറാണ് നമ്മളിവിടെ വെച്ചത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡൈനിങ്ങിന് തന്നെയാണ് നമ്മുടെ ഹാൻഡ് റെയിൽ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ സ്ക്വയർ ട്യൂബിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ബേസ് മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ മഹാഗണിയിൽ ചെയ്തിട്ട് ഇതിൻ്റെ റെയിൽ അതുപോലെ മഹാഗണിയിൽ ചെയ്ത് ഗ്ലാസ്സാണ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒരു എലഗൻറ്റ് ലുക്കിലാണ് ഈ ഒരു ഹാൻഡ് റെയിൽ ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ക്രോക്കറി യൂണിറ്റാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് വരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഇത് 2 യൂണിറ്റും ഇതിനെ ക്രോക്കറി സെറ്റപ്പിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ജസ്റ്റ് ഒരു ഷോക്ക് വെക്കാവുന്ന രീതിയിലൊരു അലൈൻമെൻ്റാണ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മളൊരു ബേസിൻ വെക്കുക എന്നുള്ളത് രസത്തിലായിരുന്നു. പിന്നെ ഇത് ജസ്റ്റ് ചേർന്ന് നിൽക്കണമായതുകൊണ്ട് നമ്മളത് മാറ്റി ഇതൊരു ക്രോക്കറി യൂണിറ്റിലേക്കായിട്ട് നമ്മളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നതാണ്. ഇതിവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇത് നമ്മളൊരു എലഗൻറ്റ് ലുക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കൊളോണിയലിൻ്റെ ഒരു മിക്സിങ് കൊടുത്തിട്ട് നമ്മളൊരു എലഗൻറ്റ് ലുക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുൾ വൈറ്റിഷ് തീമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ട് ആ ഒരു വുഡൻ ഷെയ്ഡ് കൊടുത്തിട്ട് ഇതുപോലെ ഹെഡ് പാനൽ കാര്യങ്ങളൊക്കെ നമ്മൾ അഡീഷണൽ കൊടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ഫ്രെയിമിങ് കൊടുത്ത് കുഷ്യൻ കൊടുത്തിട്ടാണ് ഇതിൻ്റെ കോട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ള കോട്ടുകൾ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് പാനലിൻ്റെ അവിടെ നമ്മൾ വെയിൻസ് കോട്ട് കാര്യങ്ങൾ കൊടുത്ത് ഒരു ഫോട്ടോ ഫ്രെയിം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡ് ടേബിള്, അതുപോലത്തെ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ കോട്ടിൻ്റെ ഹെഡ് പാനലിൽ നമ്മളൊരു ഹൈലൈറ്റ് കാര്യങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വാർഡ്രോബ് അതുപോലെ പറയാന്നുണ്ടെങ്കിൽ ഇത് ഫുൾ കൊളോണിയൽ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇതിൻ്റെ വാർഡ്രോബ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഫുൾ മൾട്ടിവുഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുമ്പോൾ നമ്മൾ PU പെയിൻറ്റ് കൊടുത്തിട്ട് ഓഫ് വൈറ്റ് പെയിൻറ്റ് നമ്മളിൽ കൊടുത്താണ്. അതുപോലെ തന്നെ ഹാൻഡിൽ കാര്യങ്ങൾ നമ്മൾ ഗോൾഡൻ ടച്ചാണ് കൊടുത്താണ്. കാരണം ആ ഒരു എലഗൻറ്റ് ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇതിന് മാച്ചിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു സൈഡ് ടേബിൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് അത്യാവശ്യം റൈറ്റിംഗ് കാര്യങ്ങൾ അതുപോലെ തന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാനൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഇതിനോട് ക്ലബ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഈ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ബുക്സ് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ. പിന്നെ ഇത് നമ്മൾ ലോഫ്റ്റ് അടക്കം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സെക്കൻഡ് വാർഡ്രോബാണ്. ഇതിൽ നമുക്കൊരു 2 ഡോർ പ്ലസ് ഇതിലൊരു ഡ്രസ്സിങ് യൂണിറ്റ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ലോഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്.
തന്നെ ഇത് സെക്കൻഡ് ബെഡ്റൂം ആണ്. ഇത് നമ്മുടെ ഇതിന്റെ ഹെഡ് പാനൽ തന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത്. ഇത് നമ്മുടെ ഇതുപോലെ നമ്മൾ കോട്ട് സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇത് ഫുൾ ലെങ്ത്തിൽ നമ്മൾ ഇത് ലൂർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ബീഡിങ്സ് കൊടുത്തു. അതിൽ നമ്മളൊരു പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ വേണമെങ്കിൽ മൊബൈൽ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു പ്രൊഫഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു ലഡ്ജ് പോലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലുക്ക് വൈസിൽ നമുക്ക് നല്ല ആംബിയൻസ് ആയിട്ട് കിട്ടും. അതുപോലെ 2 സൈഡ് ടേബിൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോട്ടിൻ്റെ ടോപ്പിലാണ് വിൻഡോ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അത് നമ്മൾ ചെറിയ ആർക്കിട്രൈവ് വെച്ച് ഫില്ല് ചെയ്തു. എന്നിട്ട് റോമൻ പ്ലൈൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇതിൻ്റെ കോട്ടിൻ്റെ ഹെഡ് പാനലിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ബേ വിൻഡോയാണ്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഫുള്ള് പാനൽ ചെയ്ത് അടിവശത്ത് ഇതിന് ചുറ്റും നമ്മൾ ഈ സെയിം ലൂവേഴ്സ് തന്നെ നമ്മൾ ഇതിന് ചുറ്റും നമ്മൾ കൊടുത്തേക്കാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സെയിം ആംബിയൻസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫുള്ളായിട്ട് നമ്മൾ ആ ലൂവറിനെ വെച്ച് കവർ ചെയ്ത് കൊടുത്ത് അതിന് ജസ്റ്റ് ആർക്ക് ഡ്രൈവ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെയിം പാറ്റേൺ തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഫുൾ ഹൈറ്റ് തന്നെയാണ്. ഇതൊരു ഡൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഒരു ഇത്തിരി ബേജിനേക്കാൾ ഇത്തിരി ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്. അതുപോലെ തന്നെ ഫുൾ ഹൈറ്റ് കൊടുത്തു. അതുപോലെ തന്നെ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ സെയിം വുഡിൻ്റെ തീം ഷെയ്ഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഹാൻഡ് റെയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു സ്റ്റഡി ടേബിൾ കാര്യങ്ങൾ, അതുപോലെ ബുക്സ് വയ്ക്കാനുള്ളൊരു പ്രൊവിഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആണ് ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് നല്ല എലഗന്റ് ആയിട്ട് നിൽക്കുന്നത്. മാക്സിമം സ്പേസും കിട്ടുന്നുണ്ട്. കാരണം നമ്മുടെ എല്ലാ പർപ്പസും ഇതിൽ നമുക്ക് നടക്കും. അതുപോലെ തന്നെ ഈ റൂമിൽ തന്നെ സെക്കൻഡ് വാർഡ്രോബാണ്. ഇതുപോലെ തന്നെ 4 ഡോറാണ്. അതുപോലെ തന്നെ അത് ഫുൾ ലോഫ്റ്റ് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ചാൽ നമുക്ക് ഡ്രസ്സിങ് യൂണിറ്റിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫുള്ള് മിററിനെ കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൗഡർ ടിന്ന് സ്പ്രേ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് നമുക്കൊരു സ്പേസ് ആവശ്യമാണ്. നമ്മൾ ഇതിൻ്റെ താഴെ ഒരു ലഡ്ജ് പോലെ കൊടുത്തൊരു ഭംഗി ഉണ്ടാവില്ലേ, വല്ലയുടെ താഴത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് ഫുൾ ലെങ്ത് മിറർ കിട്ടില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഈ ഒരു സ്പേസിൽ നമ്മളൊരു ഓപ്പൺ സ്പേസ് ആയി കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നമുക്ക് പൗഡർ ടിന്ന് സ്പ്രേ അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് അതിനുള്ളിൽ സ്പേസിൽ വെക്കുകയും ചെയ്യാം. നമുക്ക് ഈ ഒരു സ്പേസിൽ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. ഇവിടെ അപ്സ്റ്റെയറിൽ അതുപോലെ തന്നെ ഒരു ചെറിയൊരു TV യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇൻഡിവിജ്വലായിട്ട് നമ്മളിപ്പോൾ ഒരു സിനിമ കാണുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു TV യൂണിറ്റ് കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയ ഹെവി ആയിട്ടുള്ള സംഭവം ചെയ്തിട്ടില്ല. നമ്മളിവിടെ TV പാനലും അതുപോലെ തന്നെ ഇതിനൊരു ചെറിയൊരു സെറ്റപ്പ് ബോക്സ് കാര്യങ്ങൾ വെക്കാവുന്ന രീതിയിലൊരു ചെറിയ കൗണ്ടർ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. വലിയ സിമ്പിളായിട്ട് നമ്മൾ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ വാൾ പാനലിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ അവരുടെ ഫാമിലി ഫോട്ടോസ് ഒരു കൊളക്ഷനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 വാളും ഫുൾഫില്ലായി. ഈ ഒരു ഭാഗം തന്നെ നമുക്ക് ഫുള്ള് ഒരു കംപ്ലീഷൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഫുൾ സ്ലീവിൽ നമ്മൾ കർട്ടൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സെറ്റി കാര്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ കേസിൽ നമ്മളെല്ലാവരും ഇപ്പോൾ കോമൺ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി ടേബിൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നായാലും കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ ഒരു സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിസ്റ്റം വയ്ക്കാനും അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നമുക്ക് ഒരു സ്റ്റഡി ടേബിളിൻ്റെ സ്റ്റഡിങ്ങിനുള്ള ഒരു ഏരിയ ആക്കിയിട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് അപ്സ്റ്റെയറിൽ സെക്കൻഡ് ബെഡ്റൂമാണ്. ഇതും ഒരു വെറൈറ്റി തീമിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു ഗ്രീൻ കളറായിട്ടുള്ള തീമിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു മിൻറ്റ് ഗ്രീൻ ആ ഒരു സ്റ്റൈലിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കർട്ടൻസ് കാര്യങ്ങൾ, അതുപോലെ കോട്ട്, അതുപോലെ തന്നെ ഹെഡ് പാനൽ നമ്മൾ ആ ഒരു ഗ്രീനിഷ് തീമിൽ തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് പാനൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു പുട്ടിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. തന്നെ ഗ്രൂസ് പോലെ കൊടുത്തിട്ട് ഗ്രൂസും ഗ്രീനും അതുപോലെ വൈറ്റ് ആയിട്ട് ആ ഒരു ഗ്രൂസാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് കസ്റ്റമൈസ്ഡ് വാൾപേപ്പറാണ്. നമ്മളിതിന് 2 ബീഡിങ്സ് കാര്യങ്ങൾ കൊടുത്തിട്ട് ഇത് കസ്റ്റമൈസ്ഡ് വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാൾ ഫുൾ ഫില്ലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്ക്. അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കാര്യങ്ങൾ കൊടുത്ത് ആ ഒരു സെയിം തീമിൽ തന്നെയാണ് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ജസ്റ്റ് ഒരു ചേഞ്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു റൂം, അതായത് മോൻ്റെ റൂമാണ്. അപ്പോൾ അതൊരു ചേഞ്ച് എന്നുള്ള രീതിയിൽ നമ്മളൊരു മിൻറ്റ് ഗ്രീൻ തീമിലേക്ക് നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബ്സും കാര്യങ്ങളും ഇതുപോലെ തന്നെ ഒരു ഗ്രീനിഷ് തീമിൽ തന്നെയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. 3 ഡോറാണ്. അപ്പോൾ
നമ്മുടെ വീഡിയോ വീടിന്റെ വർക്കിൽ എല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ വീട്ടിൽ ഇനി എന്തെങ്കിലും വല്ല സജഷൻസ് കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇത്തിരി ഭംഗിയാവും എന്നുള്ള കാര്യങ്ങൾ, സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീടുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെടാം. താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വല്ല സജഷൻസാ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വർക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഫുൾ ഓട്ടോമേഷൻ മെഷീനറി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.